ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിരത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വീണ്ടെടുപ്പു നാളേറ്റം അടുത്തുപോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ, നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ നാളുകൾ കഴിച്ചിടും ഞാനീ വരുവിൽ, നാളുകൾ കഴിച്ചിടും ഞാനീ വരുവിൽ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തുപോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. മാറാജലം ഞാൻ കുടിച്ചിടിലും, മാറാജലം ഞാൻ കുടിച്ചിടിലും. കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും, കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും. മാധുര്യമേറിയിടുന്ന നിൻ വചനം, മാധുര്യമേറിയിടുന്ന നിൻ വചനം. എന്നാവിനവ അതിമധുരം തന്നെ, എന്നാവിനവ അതിമധുരം തന്നെ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തുപോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എനിക്കെതിർപ്പെടുമ്പോൾ, എനിക്കെതിർപ്പെടുമ്പോൾ മരണത്തെ ജയിച്ചവനനുദിനവും, മരണത്തെ ജയിച്ചവനനുദിനവും. മാറാത്തവനായി എനിക്കുള്ളതിനാൽ, മാറാത്തവനായി എനിക്കുള്ളതിനാൽ ഹല്ലേലൂയ പാടും ഞാൻ ആ നിമിഷം, ഹല്ലേലൂയ പാടും ഞാൻ ആ നിമിഷം. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തുപോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. നിത്യമഹത്വത്തിൻ വാസമൊത്താൻ, നിത്യമഹത്വത്തിൻ വാസമൊത്താൻ. ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു, ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു. മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ, മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ. ഒരുങ്ങി നിന്നിടും ഞാൻ അന്ത്യം വരെ, ഒരുങ്ങി നിന്നിടും ഞാൻ അന്ത്യം വരെ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തുപോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു.
യാത്ര ചെയ്യും, എന്നെണ്ണി ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും. ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും, ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും. പാട്ടി പുകട്ടിയിടുന്ന പുതുഗാനങ്ങൾ, പാട്ടി പുകട്ടിയിടുന്ന പുതുഗാനങ്ങൾ. എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തു പോയി, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമകൾ ഇതിനു മുമ്പ് നാം പഠിച്ചു. ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുടിയനായ പുത്രന്റെ ഉപമയാണ്. ധൂർത്ത പുത്രന്റെ ഉപമ, ദി പ്രോഡിഗൽ സൺ, ധൂർത്ത പുത്രന്റെ ഉപമ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ലോകത്തിലേക്ക് ദാറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ്. ഉപമകളുടെ മുത്ത എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും മനോഹരമായ ഒരു ഉപമയാണ് മുടിയനായ പുത്രന്റെ ഉപമ. സ്നേഹമുള്ള പിതാവിൻ്റെ ഉപമ എന്നും അതിന് പേർ വിളിക്കുന്നു. സംഭവം നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊന്ന് ഓടിച്ചു പറയാം. വേദപുസ്തകം ഒട്ടും പരിചയമില്ലാത്തവർക്ക് ഒരു പരിചയം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞതാണ്. ഒരപ്പന് 2 പിള്ളേരുണ്ടായിരുന്നു, 2 ആമക്കൾ. അമ്മയുടെ കാര്യം പ്രത്യേകിച്ച് അവിടെ ഒന്നും പറയുന്നില്ല. ഇളയവനും മൂത്തവനും. ഇളയവൻ അല്പം തല്ലിപ്പൊളിയാണ്, മൂത്തവൻ സാമാന്യം മര്യാദക്കാരനായി ഒതുങ്ങി ജീവിക്കുന്നവനാണ്. ഇളയവൻ അല്പം സ്മാർട്ടാണെന്ന് പറയും. അവനൊരു ദിവസം അപ്പൻ്റെ അടുക്കലേക്ക് എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ വരുതിയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ലോകത്തിൻ്റെ സുഖമോഹങ്ങളിലേക്ക് പോകണം. അതിനെനിക്ക് പണം വേണം, കൂട്ടുകാർ വേണം. അതിന് എനിക്കൊരു അവകാശമുണ്ടല്ലോ, ഇവിടെ അപ്പൻ്റെ സ്വത്തിന് അവകാശമുണ്ടല്ലോ, എൻ്റെ അവകാശം എനിക്കിങ്ങ് തരണം. നിർബന്ധമായിട്ട് പറഞ്ഞപ്പോൾ അപ്പൻ അവൻ്റെ ഓഹരി, ഇപ്പം സമ്പത്താണോ അല്ലെങ്കിൽ പണമാണോ ഉള്ളത് കൊടുത്തു. അവനത് വിറ്റ് സ്വരുക്കൂട്ടി നോട്ടൊക്കെ ഒരു പെട്ടിക്കകത്ത് വെച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങി. എങ്ങോട്ടാ പോയെന്ന് അപ്പനൊന്നും അറിഞ്ഞുകൂടാ. ധാരാളം കൂട്ടുകാർ കാണും, പെട്ടി നിറച്ച് പണമാണ്. തിന്നു കുടിച്ച് സുഖമായിട്ട് നടന്നു. ഇതിന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വേശ്യമാരോടുകൂടി തിന്നു കുടിച്ച് നടന്നു എന്നാണ്. പയ്യെ പെട്ടി കാലിയാവാൻ തുടങ്ങി. അവസാനം 1 രൂപ പോലും കയ്യിലില്ലാണ്ടായി. അതോടുകൂടി എന്ത് സംഭവിച്ചു? കൂട്ടുകാരും എല്ലാം പിരിഞ്ഞു. ഇനി അവൻ്റെ കൂടെ നടത്തിട്ട് തന്നെ കാര്യം. കള്ളു മേടിച്ചു തരാൻ ആരുമില്ല, സിനിമ ടിക്കറ്റ് മേടിക്കാൻ ആരുമില്ല, ഞങ്ങളുടെ ഈ കാശുമില്ല. ഇനി ഇവൻ്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല. ഇവൻ പൊളിഞ്ഞുപോയി, ഇവൻ പട്ടിണിയായി. എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? വസ്ത്രവും പോലും വിറ്റ് കാശാക്കി. ഒരു അല്പം കഞ്ഞി കിട്ടാൻ പോലും വകയില്ലാണ്ടായി. നടന്ന് വിഷമിച്ച് ഞാൻ ചത്തുപോകുമല്ലോ എന്ന് വിചാരിച്ച് അവനൊരു ആളുടെ അടുക്ക് ചെന്ന്, എനിക്ക് ഇച്ചിരി കഞ്ഞി തരാമോ? ചുമ്മാ കഞ്ഞി തരില്ല, എന്തെങ്കിലും പണിയെടുക്കണം. എന്താ മോനെ പണി? എടുക്കാൻ പറ്റുന്നത് തന്നെ. എന്ത് പണി വേണമെങ്കിലും ഞാൻ എടുത്തോളാം, വിശപ്പിന് ഇച്ചിരി. ഇവിടെ പന്നികളുണ്ട്, കുറച്ച് വൃത്തികെട്ട പന്നികൾ. ഈ പന്നികളെ മേയ്ക്കാൻ ഒരു വേലക്കാരനെ വേണം. അവരുടെ ചെളികൾ കൊടുത്ത് നടക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അവരുടെ മലവും എല്ലാം അഴുക്കാണ് മുഴുവൻ. അവരുടെ കൂടെ നടന്ന് അവിടെ എവിടെയെങ്കിലും ഒരു ഷെഡിൽ കിടന്ന് അങ്ങനെ നിനക്ക് പണിയെടുക്കാമെങ്കിൽ കഞ്ഞി തരാം. പക്ഷെ അവന് വലിയ സങ്കടം. അവനത് ചെയ്തു, പന്നികളെ മേയ്ക്കാൻ തുടങ്ങി. കഞ്ഞി കിട്ടുന്നത് തികയാണ്ട് വന്നപ്പോൾ ഈ പന്നികൾക്ക് കൊടുക്കുന്ന പയറുണ്ടല്ലോ, വാളവരാന്ന വേദവസ്നത്ത് എഴുതിയേക്കും, അത് പന്നിക്ക് കൊടുക്കും. ആ പന്നി ആ അഴുക്കുള്ളതായി ചുണ്ടും അതുകൊണ്ട് വാഗൊണ്ട് ഇങ്ങനെ ചപ്പി തിന്നും. അതിൻ്റെ തുപ്പലൊക്കെ അതിൽ നിന്ന് അവൻ വാരിയെടുത്ത് തിന്നാൻ തുടങ്ങി. കർത്താവിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകളെ ഞാനീ പറയണേ. പന്നി തിന്നുന്ന വാളവരയ്ക്ക് പോലും അവൻ കൊതിച്ചു കിട്ടിയില്ല. എന്ത് ചെയ്യും? ചത്തുപോകുമല്ലോ. അപ്പോൾ വേദവസ്നത്തിൽ വാക്യം പറയാം, അവന് സുബോധം വന്നു. ഞാൻ എന്തിനാ നശിക്കുന്നത്? എൻ്റെ വീട് എന്ത് സമ്പന്നമാണ്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വേലക്കാർ പോലും തിന്ന് ശേഷിപ്പിക്കുന്ന ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ പട്ടിണി കിടന്ന് ചാവാൻ തുടങ്ങുന്നു. വേലക്കാർ പോലും അവിടെ കൊടുക്കുന്ന ഭക്ഷണം ബാക്കി വരുത്തുകയാണ്. ഇനി ഞാനിവിടെ ഇരുന്നാൽ ശരിയാവില്ല, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകും. അവൻ തീരുമാനിച്ചു. ചെന്നിട്ട് വളരെ വിനയത്തോടെ ആ കാൽക്കൽ വീണിട്ട് പറയും, അപ്പാ, സ്വർഗത്തോട് നിന്നോടും വിരോധമായി ഞാൻ പാപം ചെയ്തു.
തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. തെറ്റായിപ്പോയി. നിനക്കും വേദനയായി, ദൈവത്തിന് വേദനയായി. ഞാൻ തോന്നിവാസം നടന്നു. നിന്റെ മകനെ പോലെ കൈക്കൊള്ളണമെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ വേലക്കാരില്ലേ? ആ വേലക്കാരിൽ ഒരുത്തനെ പോലെ എങ്കിലും എന്നെ ഒന്ന് സ്വീകരിക്കാമോ എന്ന് പറഞ്ഞു ചെന്നു. അത് മുഴുവനൊന്നും അപ്പം പറയിപ്പിച്ചില്ല. ഞാൻ അതിനകത്തേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ ഈ ശബ്ദം കേട്ടുകൊണ്ട് അപ്പൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം നോക്കിയിരിക്കുക, ഈ മകൻ എന്തെങ്കിലും മടങ്ങി വരും. അവനാകെ നഷ്ടപ്പെടാത്തവൻ്റെ ആരോഗ്യവും വസ്ത്രവും പണവും പേരും കുടുംബമഹിമയും എല്ലാം നഷ്ടപ്പെട്ടു. പിതാവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടില്ല. അപ്പൻ ഇറങ്ങിച്ചെന്ന് കെട്ടിപ്പിടിച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ചു, നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു. വീട്ടിൽ മകനെ പോലെ സ്വീകരിച്ചു. കണ്ണുനീരായിരുന്നു വീട്, ആനന്ദം നിറയാൻ തന്നെ തുടങ്ങി. അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ആരാ ബാക്കിയുള്ളൊരു മൂത്ത സഹോദരൻ അവിടെയുണ്ട്. അപ്പൻ്റെ വയലിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മുതലാളിയാണ് ഈ മൂത്ത സഹോദരൻ. നല്ല സ്വഭാവമൊക്കെ ഉണ്ട്, തല്ലിപ്പൊളിയൊന്നും ആയിരുന്നില്ല. പക്ഷേ അവനിങ്ങനെ പുറമേ നല്ലപോലെ ചമയും, പക്ഷെ അകത്ത്. ഈ മകൻ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ വലിയ സന്തോഷവും ബാൻഡ് മേളവും നൃത്തവും, അതുപോലെ തന്നെ ഒരു കാളയെ കൊന്നു അതിൻ്റെ ഇറച്ചിയൊക്കെ ആയിട്ട് വലിയ മൃഷ്ടാന്ന ഭോജനമൊക്കെ. മറ്റവന് ഇഷ്ടമായില്ല. ഇനി ഇവൻ ആദ്യം കൊണ്ടതൊക്കെ നശിപ്പിച്ചു. ഇനി ഉള്ള വസ്തുവിൻ്റെയും കൂടെ അവകാശം ഇവന് കൊടുക്കണ്ടേ? ഇവൻ തിരിച്ചു വന്നത് സ്നേഹമില്ലാത്തവനായിരുന്നു. നിന്റെ ഈ മകൻ എന്നാ പറയണേ ഇവന്, നിന്റെ ഈ മകൻ മടങ്ങി വന്നപ്പോൾ ഇത്ര വലിയ ആനന്ദം തന്നെ. അവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും വലിയ കന്നാലീനൊക്കെ കൊന്ന് ഇറച്ചി സദ്യ കൊടുത്തല്ലോ. എനിക്ക് വേണ്ട ഒരു ആട്ടുംകുട്ടിയെ പോലും തന്നില്ലല്ലോ. അവൻ വേശിമാരോട് കൂടി തിന്ന് കുടിച്ച് നടന്നില്ല. ഞാൻ അതിനൊന്നും പോയില്ലല്ലോ. അതുകൊണ്ട് അവനെ സ്വീകരിക്കേണ്ട കാര്യമില്ല. സ്നേഹത്തിൻ്റെ കണിക പോലും ഇല്ലാത്തൊരു മര്യാദക്കാരൻ. ഇപ്പോൾ ഇളയ മകൻ അകത്തായി. മൂത്ത നല്ല മകനാണെന്ന് തോന്നിയവൻ പുറത്ത് നിൽക്കുകയാണ്. അപ്പൻ ഇറങ്ങിച്ചെന്ന് വീട്ടിൽ നിന്ന്, മകനെ നീ എന്തിനാ ഇങ്ങനെ പുറത്ത് നിൽക്കണേ? ഈ സന്തോഷത്തിൽ നീയും കൂടെ പങ്കാളിയാകുക എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാൻ വരുന്നില്ല. ഉപ അവസാനിക്കുമ്പോൾ നല്ലവയായി നടിച്ചതായ, മാനസാന്തരമില്ലാത്തതായ, സ്വയം നീതിമാനായ, പരീശനായി ജീവിച്ചതായ മൂത്ത മകൻ വെളിയില്, തോന്നിവാസം നടന്നതായ ധൂർത്തപുത്രൻ, മുടിയനായ പുത്രൻ വീട്ടിനകത്ത്. ഇതാണ് ഉപമ. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മുടിയൻ പുത്രനകത്തും മൂത്ത സഹോദരൻ പുറത്തുമായിപ്പോയി. രണ്ട് തരത്തിലുള്ളതായ പല കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. മുടിയനായ പുത്രൻ്റെ ഉപമയിൽ ഈ രണ്ടുകൾ, 15-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ച്. 15-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു, മൂത്തവൻ ഇളയവൻ. അങ്ങനെയാണ് വേദോസിൽ പറയുന്നത്. 2 വ്യത്യസ്ത കഥാപാത്രങ്ങൾ. അതാണ് ആദ്യത്തെ പോയിന്റ്. 2 വ്യത്യസ്ത കഥാപാത്രങ്ങൾ, 2 മക്കൾ, മൂത്തവൻ ഇളയവൻ. ഇളയവൻ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചിത്രീകരിക്കുന്നു. മൂത്തവൻ മാനസാന്തരം ആവശ്യമില്ലാത്ത സ്വയം നീതിമാനെ കാണിക്കുന്നു. മാനസാന്തരപ്പെടുന്ന ഒരു പാപി മുടിയനായ പുത്രൻ, മാനസാന്തരപ്പെടാത്ത നീതിമാൻ മൂത്തപുത്രൻ. നമ്മളാരും നല്ലവരല്ല, ഞാൻ ഉൾപ്പെടെ. പുറമെയോ അകമയോ തല്ലിപ്പൊളിച്ച് നടക്കുന്നവരെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു കള്ളുടിയനോട് പറഞ്ഞു, ഒത്തിരി കള്ളുടിയന്മാരോട് സംസാരിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞേക്കുന്ന അഭിപ്രായം, ഈ കള്ളുടിയന്മാർ നല്ലവരാണ്. അവരുടെ ഉള്ളം പലപ്പോഴും നല്ലതാണ്. ഒരു ചീത്ത സ്വഭാവം അവർക്കുണ്ട്. അതുപോലെ വലിയ ബഹളവും കോലാഹലവും തല്ലിപ്പൊളിയൊക്കെ കാണിക്കുന്ന ആൺപിള്ളേരും ചിലപ്പോൾ ഉള്ളത്തിൽ സ്നേഹമുള്ളവരും കരുതലുള്ളവരും മറ്റുള്ളവരുടെ ദുഃഖത്തിലും വേദനയിലും പങ്കാളികളായി സഹായിക്കുന്നവരൊക്കെ ആയിരിക്കും. എന്താണെങ്കിലും വേണ്ടില്ല. ഈ ഇളയ മകൻ അപ്പനോട് തൻ്റെ ഇടത്തോടെ എനിക്കുള്ള അവകാശം ചോദിച്ചു വാങ്ങിക്കൊണ്ട് പോയി നശിപ്പിച്ചു കളഞ്ഞെങ്കിലും അപ്പനോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. അവൻ മാനസാന്തരപ്പെട്ടു, അവൻ മടങ്ങി വന്നു. ഞാൻ ഇന്ന് എത്ര വട്ടം പ്രാർത്ഥിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾ പോയിന്റ് എഴുതിയത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകാരായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിതാവും ദൈവമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനോട്
ദൈവത്തോട് ചേർന്നല്ല നിങ്ങൾ നടക്കുന്നതെങ്കിൽ, സ്വർഗവീട്ടിൻ്റെ അന്തരീക്ഷത്തിലല്ല നിങ്ങളെ തന്നെ കാക്കുന്നതെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോയി എങ്കിൽ, ദൈവമക്കളെ ഒന്ന് അടുത്ത് വരണം കേട്ടോ. ദയവ് ചെയ്ത് തല്ലിപ്പൊളിച്ച് പോകരുത്, പ്രേമത്തിന് പോകരുത്, മയക്കുമരുന്നിന് പോകരുത്, രാസ ലഹരിയിലേക്ക് നിങ്ങളെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൽ നിന്ന് വിട്ടുപോരണം. ഞാനിത് പറയുന്ന സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവത്തിന് അറിയാൻ പാടില്ല ഇതെല്ലാം കാര്യങ്ങൾ. ആരെല്ലാമാണ് മദ്യത്തിൽ ലഹരിയിൽ, ആരെല്ലാമാണ് ലൈംഗികമായ തെറ്റിലേക്ക്, അവിഹിതമായ പ്രേമത്തിലേക്ക്, ബ്ലൂ ഫിലിമിലേക്ക് ഒക്കെ പോകുന്നവരെ ദൈവത്തിന് അറിയാൻ പാടില്ല. നിങ്ങൾക്കും അറിയാമല്ലോ. ഞാൻ എന്തോരം പേരെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെയൊക്കെ ഒന്നായിരുന്നു. എന്നെ ഒരു കൊച്ചു കാണിച്ചു കൊടുത്തു, സാറേ ഈ കുഴി കണ്ടോ? ഈ ഇടയ്ക്ക് എന്നോട് വേറൊരാൾ പറഞ്ഞു, സാറേ മുല്ലപ്പൂ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു സാധനം കിട്ടും, അത് ഈ വിരലിൻ്റെ അറ്റത്ത് ഇങ്ങനെ തൂത്ത് തരും, നിങ്ങൾ പരീക്ഷിക്കാനൊന്നും പോകണ്ട. എന്നോട് നേരിട്ട് പറഞ്ഞതാ. ഈ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സാധനം മേടിച്ച് കഴിയുമ്പോഴേക്കും ഇച്ചിരി കാശ് കൂടുതൽ കൊടുത്താൽ അതിങ്ങനെ കടിച്ചുകൊണ്ട് നടന്നാൽ മതി സാറേ, നല്ല ലഹരിയാണ്. സ്കൂളിൽ പഠിക്കുന്ന വെച്ച്, സാറേ ഞങ്ങളുടെ കുപ്പിക്കകത്ത് വെള്ളമെന്നല്ല, നല്ല പച്ചവെള്ളം പൊല്ലിക്കും, ഒരു ലഹരി പദാർത്ഥ സാറേ. ദൈവമക്കളെ, ഞാൻ വെറുതെ പറയുകയല്ല. എനിക്ക് യുവാക്കന്മാരുടെ മധ്യത്തിലുള്ള വേല ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി പേരുടെ മാനസാന്തരം കണ്ടിട്ടുണ്ട്. കോലഞ്ചേരി കോളേജിൽ ബികോമിന് പഠിക്കുന്ന ഒരു കൊച്ചൻ വന്നു പറഞ്ഞു, സാറേ നിങ്ങളിവിടെ അനേക യുവാക്കന്മാർ വന്നൊരു മാനസാന്തരപ്പെടുന്നുണ്ടല്ലോ, എനിക്കൊരു മാറ്റം കിട്ടുമോ സാറേ? നിനക്കെന്നെ കുഴപ്പം? ഞാൻ ലഹരി വിറ്റ് കാശുണ്ടാക്കുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളാണ് സാർ. നിങ്ങളോടൊക്കെ പറയാവോ എനിക്ക് അറിഞ്ഞുകൂടാ. അത് രണ്ടുപേരുണ്ടായിരുന്നു. ഒന്ന് ഇവനും ഒന്ന് നിർമ്മല കോളേജിൽ ബോട്ടണി BC ഒക്കെ പഠിക്കുന്ന പണ്ടുണ്ടായിരുന്നൊരു കൊച്ചനും. ഇതിങ്ങനെ മാറ്റിവിട്ട് ഇതെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കുത്തിയുണ്ടായ പാടായിരിക്കും. അല്ല സാറേ, ഇത് ലഹരി മരുന്ന് കുത്തിവെക്കണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മാറണ്ടേ? മാറ്റാൻ ദൈവത്തിന് ശക്തിയുണ്ട്. മുടിയൻപുത്രനായി മരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മക്കളെ ഉണരണം. എല്ലാം കൊണ്ടും മാനസാന്തരത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കും. സൽസ്വഭാവികളായിരിക്കണം. ക്രിസ്തീയത്തിൽ ഇന്നലകളില്ല. പഴയതെല്ലാം അങ്ങ് മാറിപ്പോയി. ഇന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ. ദൈവമക്കളെ, ആരുടെയും പണം സമ്പാദിക്കാനല്ല സുവിശേഷ കലയെ. നിങ്ങളൊന്ന് മാനസാന്തരപ്പെട്ട് കണ്ടാൽ മതി. മാതൃക്കന്മാർക്ക് അനുഗ്രഹ മക്കളായി തീർന്നാൽ മതി. ദൈവം പ്രസാദിക്കുന്നൊരു ജീവിതം നിങ്ങൾ നയിച്ചാൽ മതി. നിങ്ങളൊന്നും പഠിച്ചും പ്രാർത്ഥിച്ചും ഉയർന്നാൽ മതി. ഇളയപുത്രൻ ചീത്തയായിരുന്നു, പക്ഷെ അവൻ നല്ലവനായി. പക്ഷെ നല്ല പിള്ളയെ അഴിച്ച് നടന്നവൻ മാനസാന്തരപ്പെട്ടില്ല. 2 മക്കൾ, മൂത്തവൻ ഇളയവൻ, 2 വ്യത്യസ്ത കഥാപാത്രങ്ങൾ. ഒന്ന് മാനസാന്തരപ്പെട്ട പാപിയും മറ്റ് മാനസാന്തരപ്പെടാത്തതായ നീതിമാനും. 15:13 വായിച്ച്. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയമകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ രണ്ടുകളെ കുറിച്ച് പറയുന്നത്. ഉപമയിലെ 2 യാത്രകൾ. ഉപമയിലെ 2 യാത്രകൾ. 2 മക്കൾ, മൂത്തവൻ ഇളയവൻ. അടുത്ത 2 യാത്രകൾ. 15:13. സകലതും സ്വരൂപിച്ച് വീട് വിട്ട് ദൂരദേശത്തേക്ക് യാത്രയായി. രണ്ടാമത്തെ യാത്ര ഏതാ? 15:20 വായിച്ച്. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ഒന്ന് വീട് വിട്ട് ദൂരദേശത്തേക്ക് പോയി. വേശ്യമാരുടെ തിന്നു കുടിച്ച് മദ്യപിച്ച് ലഹരിയിൽ ചാഞ്ചാടി നടക്കാൻ വേണ്ടി. നാശത്തിലേക്കുള്ള യാത്ര, തകർച്ചയിലേക്കുള്ള യാത്ര, പാപത്തിലേക്കുള്ള യാത്ര, അപ്പനെയും അപ്പൻ്റെ വീടിനെയും വിട്ടുള്ള യാത്ര, ദൈവത്തെയും ദൈവഭവനത്തെയും സ്വർഗത്തെയും തള്ളിപ്പറഞ്ഞുള്ള യാത്ര. തകർന്ന് തരിപ്പണമായി അവനൊരു തീരുമാനമെടുത്തു. 20ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അപ്പൻ്റെ അടുക്കലേക്ക് അവന് മടങ്ങി വന്നു. മടക്കയാത്ര. ഒന്ന് വീട് വിട്ടുള്ള പുറത്തേക്കുള്ള യാത്ര, 2 വീട്ടിലേക്കുള്ളതായ മടക്കയാത്ര. അതിന്നിവിടെ നടക്കണം. നിങ്ങളാരും നാശത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി സേവിയർ ഓഫ് ദി അട്ടർമോസ്റ്റ്. കൊടും പാപികളുടെ രക്ഷകനാണ്. കൊടും പാപികളുടെ. അതിവിടെ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സ്ഥലത്തൊരു മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് ഞാൻ ഓർക്കുന്നു,
ഒരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള ഒരുത്തൻ, വല്ല ഇടിമുട്ടി പോലെ ഇരിക്കണമെന്ന് ഞാൻ പറയാം. അതുപോലെ എന്നെ ഇച്ചിരി മാറ്റിക്കൊണ്ടുപോയി. പ്രസംഗിക്കുന്ന രംഗം ഇച്ചിരി മാറ്റി. സാറേ, ഞാൻ ഇന്ന തെറ്റ് ചെയ്ത് അതിവിടെ പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ജയിലിൽ നിന്നാണ് വന്നത്. സാറേ, അത് പറയാൻ പറ്റില്ലാത്തായ ആ തെറ്റ് എൻ്റെ ജീവിതത്തിൽ വന്നതാണ്, പക്ഷെ തെളിഞ്ഞില്ല. പക്ഷെ എനിക്ക് ജയിൽ മോചനം കിട്ടി തെളിയാത്തതുകൊണ്ട്. പിന്നെ അവൻ പയ്യെ കരയാൻ തുടങ്ങി. സാറേ, എന്നെപ്പോലെയുള്ളവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും, എന്നെപ്പോലെയുള്ളവർക്ക് മാനസാന്തരപ്പെടാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കുടിയൻ പുത്രൻ മടങ്ങി വന്ന് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പേ അപ്പൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. അതാ ഇന്നിവിടെ നടക്കേണ്ടത്. ഇതൊരു പ്രസംഗയോഗമല്ല. സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായി മാറണം. 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടെന്ന് ഈ 15-ാം അധ്യായത്തിൽ തന്നെ പറയും. ദൈവത്തിന് പണം കൊടുക്കുമ്പോഴല്ല സന്തോഷം, പുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴല്ല സന്തോഷം. നല്ലതല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പാപത്തോട് യാത്ര പറഞ്ഞ് ദൈവത്തിന് മകനായി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ സ്വർഗത്തിന് സന്തോഷമായി, വീടടക്കം ആനന്ദമായി. അതുവരെ അപ്പന് കണ്ണുനീരായിരുന്നു. മക്കളെ, ഒന്ന് മടങ്ങി വരാം. ആദ്യത്തെ യാത്ര പലരുടെയും ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. മാതാക്കന്മാരെ അനുസരിക്കാതെ ദൈവത്തെ മറന്ന് ജീവിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടതായ ചില യുവാക്കന്മാരുണ്ട്. 18 ബ്രാൻഡ്, 18 തരം മദ്യങ്ങളാണ് സാറേ ഞാൻ കുടിച്ചു നോക്കിയിട്ടുള്ളത്. അതിൻ്റെ 18 തരം, പ്രത്യേകിച്ച് ചില പക്ഷികളുടെ ഒക്കെ ആകൃതിയുള്ളതായി കുപ്പികൾ, അത് ഞാനിങ്ങനെ നിരത്തി വെച്ചേക്കാം സാറേ. ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അവരൊക്കെ ഇപ്പോൾ സുവിശേഷ വേലയുടെ രംഗത്താണ്. വചനത്തിൻ്റെ ശക്തി അത് പ്രസംഗിച്ചവരുടെ ഗുണം കൊണ്ടല്ല, പാപിയെ സ്നേഹിക്കുന്ന കാൽവറിയിലെ ശക്തിയാണ്. നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തിയ ക്രൂശിന്റെ ദൗത്യമാണ്. പാപക്കറകൾ കഴുകുന്ന ചങ്കുപൊട്ടി ഒഴുകിയ തങ്കച്ചവരുടെ ശുദ്ധീകരണ ശക്തിയുടെ വ്യാപാര ശേഷിയാണ്. 2 യാത്രകളാണ്, 2 യാത്രകൾ. ദൈവത്തെ വിട്ട് പാപത്തിലേക്കുള്ള യാത്ര, രണ്ടാമത്തെ യാത്ര തന്നെ പാപത്തെ വിട്ട് ദൈവത്തെങ്കിലേക്കുള്ള യാത്ര. പിടികിട്ടിയ നിങ്ങൾക്ക്? ദൈവത്തെയും വിശുദ്ധിയെയും വിട്ട് പാപത്തിലേക്കും അശുദ്ധിയിലേക്കും ഉള്ളതായി ദൂരയാത്ര. വചനം കേട്ട് കഴിയുമ്പോഴേക്കും വൃത്തികെട്ട പിശാചിനെയും വേശ്യാസ്ത്രീകളെയും മദ്യത്തെയും ബ്ലൂ ഫിലിമിനെയും പാപത്തെയും എല്ലാം വെറുത്ത് ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ച് ദൈവത്തെങ്കിലേക്കുള്ള മടക്കയാത്ര. ഇന്ന് തയ്യാറാണ് നിങ്ങൾക്ക്? ഹല്ലേലൂയ. ദൈവം നിങ്ങളെ മാടി വിളിക്കുന്നു. ദൈവം നോക്കി നിൽക്കുക. ആരും അടങ്ങി വരുന്നു, ഒന്നും ചോദിക്കാതെ. 20ാമത്തെ വാക്യം എന്നിട്ട് വായിച്ചേ. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ്. ഈ മകൻ വൃത്തികെട്ടവൻ, പന്നിയുടെ കാഷ്ടവും പന്നിയുടെ എച്ചിലും എല്ലാം പറ്റിയതായി ഉടുപ്പ്, കുളിച്ചിട്ടെത്തുന്ന ആളുകളായി. ഈ വസ്ത്രത്തിൽ ഇങ്ങനെ ചെളിയൊക്കെ പറ്റി കറ്റ പിടിച്ചിരിക്കുന്നു. അവന്റെ ശരീരം മുഴുവൻ അതുപോലെ അഴുക്കാണ്. ഒരു മണമാണ് അവന്, പന്നിയുടെ മണമാണ് അവന്. നല്ല സുഖലോലുവനായി സന്തോഷത്തോടെ പെർഫ്യൂമൊക്കെ അടിച്ച് വീട്ടിൽ ജീവിച്ചവനാണ്. ഇപ്പൊ എന്തായി? കോലം കെട്ടിയവനായി ഇതേണ്ട വന്നിരിക്കുന്നു. വൃത്തികെട്ടവനൊന്ന് കുളിച്ചിട്ട് വന്നാൽ അകത്ത് കയറ്റാന്നൊന്നും പറഞ്ഞില്ല. എന്ത് ചെയ്ത? ഒന്നര വായിച്ചേ. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അപ്പന്റെ സ്നേഹം നിങ്ങൾ കണ്ടോ? അതേ കാൽവറിയിലെ കർത്താവ് നിങ്ങളെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കൊണ്ടവൻ. ദൈവമക്കൾ, എന്തെല്ലാം വൃത്തികെട്ട പാപം ചെയ്തു പോയിട്ടുണ്ട്. മദ്യത്തിന് മണമുള്ള പിള്ളേരാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? കഞ്ചാവിന്റെയോ ലഹരി പദാർത്ഥത്തിന്റെയോ മണമുള്ളവര്, രാസലഹരികള്. ഇപ്പൊ പോയി കുടിക്കണമെന്നൊന്നുമില്ല, മാറും ദൈവമക്കളെ. നിങ്ങൾക്ക് എന്തെല്ലാം മദ്യത്തിന്റെയോ മറ്റു ലഹരിയുടെയോ കഞ്ചാവിന്റെയോ വേശ്യാവൃത്തിയുടെയോ ഏതെല്ലാം വൃത്തികെട്ട മണമുണ്ട്. പാപത്തിന്റെ ദുർഗന്ധം, അനുസരണക്കേടിന്റെ ദുർഗന്ധം. അപ്പനിതൊന്നും നോക്കുകയില്ല. സ്നേഹനിധിയായ കാൽവറിയിലെ കർത്താവ് നിങ്ങളെ കെട്ടിപ്പിടിക്കുമ്പോൾ ചങ്കിലെ ചോര നിങ്ങളെ കഴുകും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒന്നും ചോദിക്കാതെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ മടങ്ങിയവരനാണ് മാനസാന്തരം എന്ന് പറയുന്നത്.
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യു ടേൺ എന്ന് പറയുന്നു, മടങ്ങി വരിക. ഇന്നത് കേട്ടിച്ച് നിങ്ങൾ എങ്ങനെ പോകും കുഞ്ഞുങ്ങളെ? പഴയ പാപത്തിലേക്ക് ഇല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് പോകാവോ? വേറെ ആരോടും പറയണ്ട, കൈയൊന്നും പൊക്കണ്ട. പഴയ പാപത്തിലേക്ക് ഇല്ല. ഒരാഴ്ച മുമ്പ് ഒരു കൊച്ചൻ വീട്ടിലേക്ക് വന്നു. വാതുക്കൽ നിൽക്കണം. ഞാൻ അങ്ങോട്ടും ചെന്നു. എനിക്ക് വലിയ താല്പര്യമുള്ളവനല്ല. എനിക്കിഷ്ടമാണ് അവനെ, അവൻ്റെ അപ്പനെയും എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷേ അവൻ പഠിത്തം കഴിഞ്ഞിട്ട് ജോലിക്ക് കയറുന്നതിന് മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നതായിരിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു കുടുംബത്തിലെ 2 പെൺമക്കളാണ്, അതിലെ ഇളയ പെണ്ണിയായിട്ട് സ്നേഹമാണ്. പലപ്പോഴും പലയിടത്തേക്കും ഇവളെയും കൊണ്ട് പോയിട്ടുണ്ട്. ദൈവമക്കൾ ഇത് നേരിട്ട് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. അവനറിയാം നിനക്ക് തെറ്റാണെന്ന് അറിയാൻ പാടില്ല, നിൻ്റെ അമ്മയ്ക്കും അപ്പനും ഒക്കെ വേദനയാവില്ലേ? ഒക്കെ ശരിയാ സാറേ, പക്ഷെ ഞങ്ങൾ അത്രമാത്രം അടുത്തുപോയി. അപ്പം എനിക്ക് മനസ്സിലായി അത്രമാത്രം മുറുകെ പറ്റി എന്ന് വരികയാണെങ്കിൽ നിങ്ങൾ ശാരീരികമായി പോലും അശുദ്ധിയിലേക്കും ബന്ധത്തിലേക്കും പോവുക സാറേ. ഏത് കുടുംബാപിക്കും തിരിയാം. എന്നെ കൊണ്ട് സാധിക്കുമോ സാർ? ഞാൻ അവനോട് ഒരു വാക്ക് പറഞ്ഞു വിട്ടു, ഒന്ന് പ്രാർത്ഥിക്കാമോ നിനക്ക്? ഒരു മനമാറ്റം എനിക്കിപ്പോൾ അന്നില്ല കർത്താവ്, ഒരു മനമാറ്റം തരാനായിട്ട് കർത്താവേ ഒന്ന് നിനക്കൊന്ന് പ്രവർത്തിക്കാമോ കർത്താവേ എന്ന് നിനക്കൊന്ന് ചോദിക്കാമോ? അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ എന്തിനാ പറഞ്ഞറിയാമോ? ഞാൻ സന്തോഷത്തോടെ പറയുന്നു. ഒരാഴ്ച മുമ്പ് വാതൊക്കെ നിൽക്കണേ, അകത്തേക്കൊന്നും കൊണ്ടുപോയില്ല സാറേ. സാറ് പറഞ്ഞ പോലെ ഞാൻ ആ പെണ്ണിന് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞു. ഇനി ആ ബന്ധം തുടരാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അവിടെ നിന്ന് അങ്ങ് തുള്ളിച്ചാടാനായിട്ട് തോന്നി. ഈ വയസ്സിനായിരിക്കുന്ന എനിക്കൊക്കെ ഉള്ളതായ സന്തോഷം അതാണ്. 10 ലക്ഷം രൂപ തന്നാൽ എനിക്ക് സന്തോഷം വരില്ല. നിങ്ങളൊന്ന് മാനസാന്തരപ്പെട്ടു എന്ന് കേട്ടാൽ അത് മതി. ഹല്ലേലൂയ. ആ കൊച്ചൻ്റെ അപ്പനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ സമാധാനത്തോടെ ഇരുന്ന്, അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അവൻ മാറിയെന്ന്. ആ വൃത്തികെട്ട ലൈംഗികമായ പ്രേമബന്ധം വിട്ടു എന്ന്. സന്തോഷം. ഇതാ മാനസാന്തരം. ഇതാണ് മുടിയനായ പുത്രൻ്റെ മടങ്ങി വരവ്. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ എന്തോരം പറഞ്ഞു, അത് ഞാനെന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാരും എന്നേക്കാൾ ശ്രേഷ്ഠരായിരിക്കും ദൈവമക്കളുമായിട്ട് ബന്ധപ്പെട്ട് എന്തോരം കേസുകളുണ്ട്. അത് ഈ കൂട്ടായ്മയിൽ നിന്ന് വചനം കേട്ട് നടന്ന കാര്യമല്ല. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. വീട് വിട്ട് ദൈവത്തെ വേദനിപ്പിച്ച് മാതൃക്കന്മാരെ അവരുടെ സ്നേഹമുള്ള ഹൃദയം പിച്ചി ചീന്തി തോന്നിവാസം പാപത്തിലേക്കുള്ളതായി ദൂരയാത്ര. ഒരു കാര്യം ഉറപ്പാണ്, അപ്പൻ സ്വീകരിക്കും. ഇന്ന് മടങ്ങി വരേണ്ട ദിവസമായിരിക്കണം. 15-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുക. 2 പ്രാർത്ഥനകൾ, 1 2 മക്കൾ, 2 യാത്രകൾ. 3-ാമത്തെ കാര്യം 2 പ്രാർത്ഥനകൾ. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരയണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പനോടുള്ള 1-ാമത്തെ പ്രാർത്ഥന എന്താണ്? എൻ്റെ അവകാശം ഇങ്ങ് തന്നേരെ, ഗീവ് മീ. എനിക്ക് വരേണ്ടുന്ന മകൻ എന്നുള്ള നിലയിൽ എനിക്ക് അവകാശപ്പെട്ടതായ പങ്ക് എനിക്ക് തരണമേ എന്നുള്ള അപേക്ഷ. 15-ന്റെ 19 വായിച്ച്. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കേണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. 2-ാമത്തത് എന്നെ ആക്കേണമേ, മേക്ക് മീ. 1 ഗീവ് മീ, 2 മേക്ക് മീ. വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം. തൻ്റെ ഇടത്തോടെ, പ്രാഗൽഭ്യത്തോടെ, നട്ടല് നിവൃത്തി, മയമൊന്നുമില്ലാതെ അതിങ്ങ് തന്നെ അടങ്ങൂ എന്ന് പറഞ്ഞ് അപ്പനെ ഭീഷണിപ്പെടുത്തി ചോദിച്ചുകൊണ്ടാണ് എനിക്ക് തരണം, ഗീവ് മീ. ഒക്കെ തകർന്നു കഴിഞ്ഞപ്പോഴേക്കും പത്തിയൊക്കെ താണു. എന്നെ ഒരു വേലക്കാരനെ പോലെങ്കിലും ആക്കാമോ, മേക്ക് മീ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മക്കൾ ഇന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ, ഇന്ന് എൻ്റെ മടങ്ങി വരുവാൻ്റെ ദിവസമാക്കി. മകനെ ആക്കണമെന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് യോഗ്യതയില്ല. എന്നെ ഒന്ന് കൈക്കൊള്ളാമോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നെ ഒന്ന് സ്വീകരിക്കാം. ക്രൂശിലേക്ക് നോക്കി പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥനയെല്ലാം കേട്ടു. കർത്താവായി യേശു ക്രിസ്തു ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു ഇടത്ത് ഭാഗത്തെയും കള്ളനുണ്ട്. കള്ളനല്ലേ? ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലാത്ത വിധത്തിൽ തെറ്റുകൾ മാത്രം ചെയ്തു കൂട്ടിയ ഒരു ദുഷ്പ്രവൃത്തിക്കാരനാണ് വലത്ത് ഭാഗത്തെ കള്ളൻ. ഇടത്ത് ഭാഗത്തെ കള്ളനും അതെ. പക്ഷേ
വലത്തുഭാഗത്തെ കള്ളൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു മാനസാന്തരം. ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അരുതാത്തതേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ചെയ്ത് തെറ്റിന് തക്കതായ ശിക്ഷ അനുഭവിക്കുന്നു. എങ്കിലും കർത്താവേ, എനിക്ക് സ്വർഗത്തിൽ പോയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. എനിക്ക് സ്വർഗത്തിൽ പോയാൽ കൊള്ളാമെന്ന്. ക്രൂശിൽ കിടന്നുകൊണ്ടാ. നീ രണ്ടാമത് വരുമ്പോൾ എന്നെ ഒന്ന് സ്വീകരിക്കാം. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നെ ഒന്ന് സ്വീകരിക്കാം. ആരാ പ്രാർത്ഥിക്കണേ? വൃത്തികെട്ട കള്ളൻ, തൂക്കിക്കൊന്ന ദുഷ്പ്രവർത്തിക്കാരൻ. ഞാനിത് പറയുമ്പോൾ ആ കള്ളൻ എവിടെയാ? ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും, സ്വർഗത്തിലാണ്. കള്ളനാ, വേശ്യാവൃത്തിക്കാരനാ, കൊലപാതകനാ, ഭവനവേദന നടത്തിയവനാ. കാൽവറിയിലെ കർത്താവ് പാപം മോഹിച്ചു. കർത്താവ് പ്രാർത്ഥിച്ചത് അവന്റെ പാപവും കൂടി ക്രൂശിൽ ചുമന്നൊഴിച്ചതിന് ശേഷമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് പാപം അവന് ഒഴുകി വരുന്ന ദിവസമാണ്. കണ്ണുകളൊന്ന് അടച്ച് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവിടെ ഇരുന്ന് ആ മുടിയനായ പുത്രൻ പ്രാർത്ഥിച്ചു, ഞാനൊന്ന് മടങ്ങി വന്നാൽ എന്നെ ഒന്ന് സ്വീകരിക്കാമോ? മകനെ പോലെ വേണ്ട, ഒരു വേലക്കാരനെ പോലെ. പക്ഷെ അപ്പൻ സ്വീകരിച്ചത് മകനെ പോലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരെയും എൻ്റെ കർത്താവ് കാണുന്നുണ്ട്. നിങ്ങളോട് എല്ലാവരോടും യേശുവിന് വലിയ സ്നേഹം കേട്ടോ. ഹല്ലേലൂയ, വലിയ ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാൽവറിയിലെ സ്നേഹത്തിന്റെ ചരട് നിങ്ങളെ ഒന്ന് വശീകരിക്കുകയാണ്. ഒരു കാന്തശക്തി നിങ്ങളെ ആകർഷിക്കുകയാണ്. ഇവിടെ ഹോളിലേക്ക് വരുന്ന നിമിഷം വരെയും എന്തെല്ലാം തെറ്റും തല്ലിപ്പൊളിയന്മാരായിട്ടും മാതക്കന്മാരെ വേദനിച്ചും പ്രേമിച്ചും മദ്യപിച്ചും ലഹരിയിലും കഞ്ചാവിലും ഒക്കെ അടിമകളായി നടന്ന ആരെല്ലാം ഉണ്ടെങ്കിലും നല്ല പിള്ളേരായിട്ട് അതേ സമയത്ത് ദൈവവിശ്വാസം ദൈവത്തെ പ്രസാദിപ്പിക്കാതെ ജീവിക്കുന്നവരായ പരീശന്മാരായിട്ടുള്ളവരാണെങ്കിലും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നമ്മളെ കാണുന്ന, നമ്മളെ കേൾക്കുന്ന ദൈവത്തിന്റെ ക്രൂശിൻ്റെ ചുവട്ടിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. യേശു മാത്രം, സ്നേഹമുള്ള യേശു, സ്നേഹമുള്ള ദൈവം, സ്നേഹമുള്ള പിതാവാൻ ദൈവം, സ്നേഹമുള്ള തൃത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മടങ്ങി വരുന്ന പാപിയെ സ്വീകരിച്ച് സന്തോഷം അനുഭവിക്കാൻ കൊതിയോടെ നിൽക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. ഇതുവരെ നിങ്ങൾ വേദന കൊടുത്തോ മക്കളെ? പാപം ചെയ്ത് വേദനിപ്പിച്ച കർത്താവിനെ ഇന്ന് നിങ്ങൾക്കൊന്ന് സന്തോഷിപ്പിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, പാപത്തിലേക്ക് ഓടിപ്പോയ കാലുകൾ ക്രൂശിൻ ചോട്ടിലേക്ക് മടങ്ങി വരുന്ന കാലുകളായി മാറട്ടെ. ഏത് കൊടും പാപിക്കും, ഏത് വേശ്യാവൃത്തിക്കാരനും, ഏത് കൊലപാതകനും, ഹല്ലേലൂയ, ഏത് മോഷ്ടാവിനും, ഏത് മദ്യപാനിക്കും ഇന്ന് മാനസാന്തരപ്പെടാൻ ദൈവം കണ്ട ദിവസമാണ്, ദൈവം കണ്ട മക്കളാണ്, ദൈവം കണ്ട സമയമാണ്, ദൈവം കണ്ട സ്ഥലമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം കണ്ട മക്കളാണ്, ദൈവം കണ്ട സമയമാണ്, ദൈവം കണ്ട സ്ഥലമാണ്. ഹല്ലേലൂയ. ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും മാനസാന്തരം ആവശ്യം. ഓ ഹല്ലേലൂയ. നിങ്ങൾ മടങ്ങി വരാൻ തുടങ്ങിയോ? അവൻ തീരുമാനിച്ചു, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോകും. അവന്റെ തീരുമാനത്തിന് കാലുകൾ വന്നു. അവൻ ഇതാ എഴുന്നേറ്റു. നിങ്ങൾക്ക് ക്രൂശിൻ ചോട്ടിലേക്ക് വരാം. ഹല്ലേലൂയ. അപ്പൻ നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ ആണിപ്പാടുള്ള കരങ്ങളുമായി ഓടി വരികയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കട്ടെ, മാനസാന്തരം നടക്കട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, അശുദ്ധൻ വിശുദ്ധിയിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. പരമനാഥൻ രക്തം നിങ്ങളെ കഴുകട്ടെ, വീണ്ടെടുപ്പ് നടക്കട്ടെ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്ന ദിവസമായി മാറട്ടെ. ഞാൻ നിങ്ങളോടൊരു വ്യക്തമായൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൻ നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റാൻ താല്പര്യത്തോടെ നിൽക്കുന്ന സമയമാണ്. ആരെല്ലാം മടങ്ങി വരുന്നുണ്ട്? പാപത്തോട് യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മാനസാന്തരപ്പെട്ട് ഇപ്പോൾ 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 മടങ്ങി വരാൻ തീരുമാനിക്കുന്ന നിങ്ങൾക്കൊന്ന് കരമുയർത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാനസാന്തരപ്പെടുന്ന ഭാവിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇന്നലകൾ ഇല്ല. ഇന്ന് നിങ്ങൾ പുതിയ സൃഷ്ടിയായിട്ട് ഇറങ്ങിപ്പോകും. തീരുമാനങ്ങൾ എടുത്തൊരുത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കൈകൾ താഴെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.